ബോട്ടിൽ വെളിച്ചെണ്ണയില്ലേ ഏട്ടാ? എത്രയാണേ? 270 അല്ലേ? വെളിച്ചെണ്ണയ്ക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. എവിടെ ചോദിച്ചാലും ലിറ്ററിന് 450 രൂപയ്ക്ക് മുകളിലാണ്. ആ സമയത്താണ് ഞാനിത് വാങ്ങിയത് വെറും 270 രൂപയ്ക്ക്. ഇത്രയും വില കുറച്ച് വിൽക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഒരു ചതിയുണ്ട്. ആ ചതി ഈ കുറഞ്ഞ വെളിച്ചെണ്ണ എവിടെ നിന്ന് വരുന്നു എന്ന വഴി അന്വേഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. കുപ്പിയിലെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ എത്തിയത് കേരള തമിഴ്നാട് അതിർത്തിയായ പളുകലിലെ ഈ മില്ലിലേക്കാണ്. ഇനി മില്ലിനുള്ളിലേക്ക്. വെളിച്ചെണ്ണ വാങ്ങാനെത്തുന്ന തട്ടുകടക്കാർ, ആ വേഷത്തിലാണ് ഞങ്ങൾ മില്ലിലെത്തിയത്. എണ്ണയാട്ടി ഉണ്ടാക്കുന്ന ലക്ഷണമൊന്നും ആ മില്ലിലില്ല. അതുകൊണ്ട് വീണ്ടും വിളിച്ചപ്പോൾ തമിഴ്നാട് മാർത്താണ്ഡത്തുള്ള മറ്റൊരു കടയിലേക്ക് ചെല്ലാൻ നിർദ്ദേശം. അവിടെ എത്തി സംഭാഷണം തുടങ്ങിയത് തന്നെ ഏതുതരം വെളിച്ചെണ്ണ വേണമെന്ന ചോദ്യത്തോടെ. നമുക്കിപ്പോൾ എത്ര ക്വാളിറ്റിയാണ്? ഫസ്റ്റ് ക്വാളിറ്റി എത്രയാ? 290 മിക്സഡ് വെളിച്ചെണ്ണ, അതാണ് വ്യാജന് അവർ നൽകുന്ന വിശേഷണം. എന്താണ് മിക്സ് ചെയ്തത്? എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഉത്തരം കേൾക്കാം. പാം കർണ സെപ്പറേറ്റ് ആക്കും. ഇത് അല്ലാതിരിക്കുന്നു പരിപ്പ്. പൊരിച്ച ചിക്കനും ബീഫും ഒക്കെ തട്ടുമ്പം സൂക്ഷിച്ചോ. പല ഹോട്ടലുകളിലും തട്ടുകടകളിലുമൊക്കെ ഇപ്പോൾ ഈ വ്യാജ എണ്ണയാണത്രേ തിളച്ചു മറിയുന്നത്. മാക്സിമം തട്ടടല്ലേ ലാസ്റ്റ് അവിടെ തട്ടട മൊത്തം അവിടെ തന്നെ എടുക്കും. 10-15 തട്ടട രാത്രി ആദ്യം ഫസ്റ്റ് വാങ്ങിയിട്ടിരുന്നു. ഇത്ര വില ആയപ്പോ ചിക്കൻ പൊരിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമില്ല. ഇനി സാമ്പിൾ കാണാൻ അദ്ദേഹത്തിന്റെ സഹോദരന്റെ കടയിലേക്ക്. അവിടെ കുപ്പികളിൽ ഇങ്ങനെ വ്യാജ എണ്ണ നിറഞ്ഞു പൊങ്ങുകയാണ്. മറ്റൊരു സത്യം കൂടി അവിടെ നിന്ന് മനസ്സിലായി. കൂടിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയും വിശ്വസിക്കാനാവില്ല. ഗുണനിലവാരമുള്ള വെളിച്ചെണ്ണയും വ്യാജ വെളിച്ചെണ്ണയും കൂട്ടിച്ചേർക്കും. എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന പേരിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കും. ഇഷ്ടംപോലെ അങ്ങനെ ചെയ്യണം. ന്യൂസ് വാങ്ങിക്കൊണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്.